ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ആർക്കും ഞങ്ങൾ അറിയില്ല എന്ന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പറയാണ്, ഞങ്ങളെല്ലാവരും നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള പിള്ളേരാണ്. ഞങ്ങളുടെ 4 years എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ വരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ്. അതെ, അതുകൊണ്ട് ആദ്യം തന്നെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നാണക്കേട് അങ്ങേ അറ്റം നമുക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം നഴ്സിംഗ് എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. അതെ അതെ, കണ്ടവരൊക്കെ വന്ന് ആട്ടും തുപ്പിയിട്ട് പോകും. അപ്പോഴൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കണം. അതാണ് എന്നെ നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സിറ്റുവേഷൻസും സർവൈവ് ചെയ്യാൻ വേണ്ടി നമ്മളെ 4 വർഷം പഠിപ്പിച്ചു. അതെ അതെ, തല്ലേ ചീത്ത പിച്ചൽ മാന്തൽ നുള്ളൽ പേപ്പർ വലിച്ചെറിയൽ. അതെ, കൊറേ കഷ്ടപ്പെട്ട് രാത്രി ഇരുന്ന് എഴുതും, ഇവര് വലിച്ചെറിയും. അങ്ങനെയൊക്കെയുള്ള ഒരു, പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് ജോലിയോ കിട്ടുന്ന പറയല്ലാണ്ട് കിട്ടുന്നത്. പാർഷ്യാലിറ്റി അറ്റ് ഇറ്റ് സ്പീക്ക് ആണ്. എല്ലാവർക്കും പാർഷ്യാലിറ്റി ആണ്. പിന്നെ എല്ലാ ഫാക്കൽറ്റീസും ഉള്ളൊരു കോളേജ് സെലക്ട് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഞങ്ങള് ആ കാര്യത്തിൽ വളരെ നല്ല ബാച്ചാണ്. വളരെ മോശം. ഞങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിന് അവിടെ ഫാക്കൽറ്റീസ് ഉണ്ടാവില്ല. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞത് ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞത് പിന്നെ അവിടെ ഫാക്കൽറ്റീസ് ഞങ്ങൾ സ്ട്രൈക്കൊക്കെ നടത്തും, എന്നിട്ട് ടീച്ചേഴ്സിനെ കൊണ്ടുവരും. പക്ഷെ അത് അടുത്ത ബാച്ചിന് ഞങ്ങൾക്ക് ഉപയോഗമില്ല. എന്താണ് കുരുത്തുള്ള പിള്ളേർ, ഭാഗ്യമുള്ള പിന്നെ നഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു, കൊറോണന്റെ സമയം. അതായത് പഠിച്ചു കഴിയണു, അങ്ങനെ ഡയറക്റ്റ് OET എഴുതണു, പിന്നെ അങ്ങനെ കയറിപ്പോണു. പക്ഷെ ആ കാലം അല്ല അത് വിചാരിച്ചിട്ട് ആരും നഴ്സിംഗിന് വരരുത്. നഴ്സിംഗിന് വരണ ചന്തം മാത്രമേ കാണുള്ളൂ, പൂമ്പാ ചന്തം കാണും. 4 വർഷം എങ്ങനെ ഉറങ്ങാത്ത നാളുകളൊക്കെ ഓർക്കുന്നു. അതല്ല, കോളേജിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസ്റ്റിംഗ്, പേഷ്യൻസിന്റെ മുമ്പിലുള്ള തെറി, അത് അതിനേക്കാളും. അതായത് പേഷ്യൻസിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് പിച്ചിട്ട് ഒരേ ചിരി, അങ്ങനെയൊക്കെയാ. പിന്നെ സെം സിസ്റ്റത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സെം എപ്പോഴും എക്സാം, ഒരു എക്സാം കഴിഞ്ഞ് ഇരിക്കുമ്പോഴേക്കും ഇന്റേണൽ വരും, അയ്യോ, ഞങ്ങളൊന്ന് ശ്വാസം വിട്ടത് ഇന്റേൺഷിപ്പിനാണ്. പ്രാക്ടിക്കലിന്റെ എന്തെന്നാണ്, പ്രാക്ടിക്കലിന്റെ മോഡൽ എക്സാം, അത് കഴിഞ്ഞ് പിന്നെ പ്രാക്ടിക്കൽ എക്സാം, അപ്പോഴേക്കും അടുത്ത സെമ്മ് തുടങ്ങി, പിന്നെ അടുത്ത സെമ്മ്. അതിന് എഴുതാൻ ഞങ്ങൾ എക്സാം കഴിഞ്ഞ CPO പണ്ടാരാണ്. എക്സാം കഴിഞ്ഞ ഒരു 2 മാസം സമാധാനത്തോടെ ഇരിക്കും. 3-ാമത്തെ മാസം മുതൽ വീണ്ടും അടുത്ത എക്സാം. റിലാക്സ് ചെയ്യാനുള്ള ടൈമേ കിട്ടില്ല. ഭയങ്കര സ്ട്രെസ് ഒക്കെ ആയിട്ട് അത് വെച്ച് ബുക്കുണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതിലൊരു ടോപ്പിക് ഉണ്ടാവില്ല സിലബസിലെ. കഷ്ടകാലം. പിന്നെ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവർക്ക്, ഞങ്ങളൊക്കെ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു, അപ്പൊ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ട്. ഞങ്ങളുടെ മാർക്കും ഏകദേശം സെയിം കറക്റ്റ് പാസ് മാർക്ക്. എല്ലാവർക്കും കറക്റ്റ് 42, 43, 44 ഞങ്ങൾ 8 പേരുണ്ട് ഒരു ക്യാമ്പില്. നമ്മളെ പറ്റിച്ചെന്തെങ്കിലും കുറച്ച് പഠിക്കുന്നവരാണ്. അത് പ്രത്യേകിച്ച് അനിറ്റ എന്ന് പറഞ്ഞിട്ടൊരു മഹത് വ്യക്തി ഉണ്ട്. അവളാണ് എല്ലാം ഇങ്ങനെ തനിയെ പഠിച്ചിട്ട് ഒരു മാർക്ക് എല്ലാരെക്കാട്ടിലും കൂടുതൽ വാങ്ങിക്കും. നല്ല കുട്ടിയാണ്. അതെല്ലാം പറഞ്ഞു തരും, പക്ഷെ ഞങ്ങള് തടി കിട്ടാണ്ടിരിക്കാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ, കോളേജ് ഭയങ്കര മോഞ്ചിലാണ് പിള്ളേരെന്നുള്ളത്. ആ കാര്യത്തിൽ മാത്രം നമ്മൾ സെറ്റാണ്. പിള്ളേർ ക്ലാസ് ആണെങ്കിലും, ക്ലാസ്സിനൊക്കെ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ അവിടെ യൂണിറ്റി ഉണ്ടാവും. കോളേജ് ഭയങ്കര അലമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ പക്കയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളത് നമുക്ക് ഫ്രണ്ട് സർക്കിൾ പഠിച്ചില്ലെങ്കിൽ നല്ല തെറി പറയും, പഠിപ്പിക്കും. അതെ, ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിക്കുന്ന ആള് ദൈവള് പഠിക്കുന്ന ആളുമായിരുന്നു. ഇവളാണ് ഏറ്റവും ഉഴപ്പത്തി. 9 മണിയൊക്കെ ഇരുന്ന് പോവാ വീട് പറഞ്ഞോണ്ടിരിക്കുന്ന. ഉറക്കം വേണ്ടതുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഉറങ്ങണം. അതെ, പഠിപ്പിക്കുന്ന സമയത്ത് ഉറങ്ങണം. നമ്മൾ ഉറങ്ങണം. ആ ഉറങ്ങുന്ന വ്യക്തി ഞാനായിരുന്നു. നിന്നും പ്രത്യേക കഴിവുണ്ട് ഇവർക്ക്. ഹാസിബിനും ഞങ്ങളുടെ ക്ലാസ്സിൽ 2 വ്യക്തിക്കാണ് ഇങ്ങനെയുള്ള പ്രത്യേക കഴിവുള്ളത്. എങ്ങനെ കുറച്ചു നേരം വെയിലത്ത് കൊണ്ട് നിർത്തിയാൽ അവർ ഉറങ്ങും. അത് ശരിയാണ്. പ്രാക്ടിക്കല് നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കിടന്നാലും ഉറങ്ങാൻ ശീലിക്കും. പിന്നെ ബെഡ് വേണ്ട, തലയണ വേണ്ട, നമ്മുടെ ബ്ലാങ്കറ്റ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങളൊന്നും വേണ്ട. ഒരു ടേബിളോ എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുറങ്ങും. നമ്മൾ സൂപ്പറായിട്ട് കിടന്നുറങ്ങും. പിന്നെ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ, സമയം പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിന് പോവുക. അതാണ് ഞങ്ങൾക്ക് ആകെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു. പിള്ളേരായിട്ട് വൈബ് അടിക്കുക, എല്ലാ വൈബും എൻജോയ് ചെയ്യണം. ഇന്ന വൈബ് ഒന്നുമില്ല, സിനിമയ്ക്ക് പോകണോ പോവാ, ഫുഡ് കഴിക്കാൻ പോകണോ പോവാ. വീട്ടുകാരും അതേപോലെ ആയിരിക്കും നമ്മൾ 4 വർഷം കഴിയുമ്പോഴേക്കും. പക്ഷെ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് അവരും കുറെ അഡ്ജസ്റ്റ് ആവും. നമ്മുടെ എക്സാമിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്, എക്സാം കഴിഞ്ഞ ഉടൻ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ട്രിപ്പ് ഒന്നുമല്ല, ചുമ്മാ ഇപ്പോ എന്താ ഹോം ടൗണിൽ തന്നെ കടന്ന് വട്ടത്തിരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കടന്ന് ചുമ്മാ പോവാ, ചുമ്മാ രാവിലെ പോവാ, വൈകുന്നേരം വരെ. പക്ഷെ നമ്മുടെ മെയിൻ മോട്ടീവ് അതായിരിക്കും. നമ്മൾ പഠിക്കാൻ ഭയങ്കര ഡിസ്റ്റർബഡ് ആയിട്ടിരിക്കുമ്പോ ആ ആള് സ്ട്രെസ് ആയിരിക്കും, അടുത്ത ആള് പറയണത് ഇത് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പിന് പോകണ്ടേ, ഇത് കഴിഞ്ഞ് നമുക്ക് ട്രിപ്പിന് പോകണ്ടേ. നിങ്ങൾ വിചാരിക്കും ലോങ് ജമ്മു കാശ്മീർ ഉഗാണ്ട എന്നൊക്കെ ആയിരിക്കും. വീട്ടിന്റെ കുറച്ചപ്പുറത്ത് വേണമെങ്കിൽ പാലം കണ്ടിട്ട് വരാനോ പാലം കണ്ടിട്ട് വരാനോ അതായിരിക്കും. പക്ഷെ നമ്മൾ 8 പേരുണ്ട്, 8 പേരുള്ള സർക്കിളാണ്. അതുകൊണ്ട്
അടിപൊളിയായിരുന്നു. പക്ഷെ 4 വർഷം കോളേജൊക്കെ അലമ്പാണ്, എല്ലാം അലമ്പായിരുന്നു, പഠിത്തം അലമ്പായിരുന്നു, എല്ലാം അലമ്പായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടിച്ച് സപ്ലൈ ഒന്നും ഇല്ലാണ്ട് പാസ്സായി പോയി. പക്ഷെ ഫ്രണ്ട്സ് അതാണ് ഇമ്പോർട്ടന്റ് ആയത്. അതുകൊണ്ട് ഞങ്ങൾ ഇനി 1 വർഷവും കൂടെ മാക്സിമം ഒരുമിച്ച് നിൽക്കാൻ, ഇനി അത്രയൊക്കെ പറ്റുള്ളൂ, 1 വർഷം കൂടെ മാക്സിമം ഒരുമിച്ച് നിൽക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നഴ്സിംഗ് ലൈഫ്. എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ ആയിട്ട് ഓൾ ദി ബെസ്റ്റ്. എൻജോയ് ചെയ്ത് പഠിച്ചു വരിക. ബൈ ഗൈസ്.